السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങളാണ് നമ്മുടെ പഠന വിഷയം. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ നാമങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാബിദ് എന്ന് പറയുമ്പോൾ അവൻ പരിമിതപ്പെടുത്തുന്നവനാണ്, ചുരുക്കുന്നവനാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എന്താണ് അള്ളാഹു പരിമിതപ്പെടുത്തുന്നത്? അള്ളാഹു ഉപജീവനം, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആത്മാക്കൾ അത് പിടികൂടി ജീവിതം ചുരുക്കുന്നവനാണ്. അതേപോലെ അല്ലാഹു ബാസിത്ത് എന്ന് പറയുമ്പോൾ അല്ലാഹു വിശാലമാക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലാഹു ഉപജീവനം വിശാലമാക്കുന്നു, മനസ്സുകൾക്ക് വിശാലത നൽകുന്നു. അല്ലാഹു തൻ്റെ കരങ്ങൾ നീട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളിൽ നിന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ പേരുകൾ, വിശാലമാക്കുന്നവൻ, ചുരുക്കുന്നവൻ, കൂടുതൽ നൽകുന്നവൻ, പരിമിതപ്പെടുത്തുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടങ്ങൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില നാമങ്ങൾ തനിച്ച് പറയേണ്ട നാമങ്ങളാണ്. എന്നാൽ ചില നാമങ്ങൾ ചേർത്ത് പറയേണ്ട നാമങ്ങളാണ്. ഇപ്പം അർ റഹ്മാൻ, അർ റഹീം, അർ റബ്ബ്, അള്ളാഹു, അൽ ഇലാഹ് തുടങ്ങിയതൊക്കെ തനിച്ച് പറഞ്ഞാൽ തന്നെ ആശയം പൂർണ്ണമാണ്, സമ്പൂർണ്ണാർത്ഥം പ്രദാനം ചെയ്യും. എന്നാൽ മറ്റു ചില നാമങ്ങൾ അത് മറ്റൊന്നിനോട് ചേർത്ത് പറയുമ്പോഴാണ് അർത്ഥത്തിൽ പൂർണ്ണത, ആശയം സമ്പൂർണ്ണമാകുക. അതിൽ പെട്ടതാണ് അൽ അവ്വലു വൽ ആഖിർ, അമ്മാഹിറു വൽ ബാത്തിൻ, അതേപോലെ അൽ മുഖദ്ദിം വൽ മുഅഖിർ. നമ്മളിവിടെ സംസാരിക്കുന്ന അൽ ഖാബിദ്, അൽ ബാസിത്ത് തുടങ്ങിയ പേരുകൾ ഇതൊന്നും നിന്നോട് ചേർത്ത് പറയുമ്പോഴാണ് ആശയത്തിൽ പൂർണ്ണത.
അതുകൊണ്ടാണ് അൽ അസ്മാ ഉൽ മുഖ്തരിന എന്ന് ഇത്തരം നാമങ്ങൾക്ക് പണ്ഡിതന്മാർ നാമകരണം നൽകിയിട്ടുള്ളത്. അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ പേരുകൾ ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. ഈ പേരുകൾ അർത്ഥമാക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ അത് വിശുദ്ധ ഖുർആനിലും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. എവിടെയാണ് ഈ പേരുകൾ വന്നത്? അതൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അനസ് പറയുകയാണ്, ഗലസിയറു അല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വില കൂടി, സാധനങ്ങൾക്ക് വില കൂടി. അപ്പോൾ സഹാബത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഗലസിയ, സാധന സാമഗ്രികൾക്ക് വില കൂടി, ഫസഇർ ലനാ സിറൻ, ഞങ്ങൾക്കൊരു വില നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഖാലിഖ് അൽ ഖാബിദുൽ ബാസിത്ത് അർ റാസിഖ്, അള്ളാഹു ആകുന്നു സൃഷ്ടാവ്, അള്ളാഹു ആകുന്നു പരിമിതപ്പെടുത്തുന്നവനും പിടിച്ചു വെക്കുന്നവനും, അള്ളാഹു ആകുന്നു വിശാലമാക്കുന്നവൻ, അള്ളാഹു ആകുന്നു അർ റാസിഖ്. വ ഇന്നി ലഅർജു അല്ല അൽഖല്ലാഹ ബിമദ്ലമത്തിൻ ളലംതുഹ അഹദൻ മിൻകും ഫി അഹ്ലിൻ വലാ മാൽ. രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേരിൽ ഞാൻ ഒരാളോട് ചെയ്ത ഒരു അന്യായത്തിൻ്റെ വിഷയത്തിൽ ആ വ്യക്തി അന്ത്യനാളിൽ എന്നെ തേടി അന്വേഷിക്കും വിധം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വില നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വില നിശ്ചയിച്ചില്ല. അത് ഒരു മനസ്സിലാക്കേണ്ട ഒരു മസല കൂടിയാണ്. സാധനം നാട്ടിൽ കുറവാണ്, സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കളും മറ്റൊക്കെ കുറവാണ്. അത് ആരുടെയും പൂഴ്ത്തി വെപ്പിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയും ചെയ്തിയുടെയോ ഫലമായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഇത് തെറ്റാണ്. അതേസമയം സാധനങ്ങളും വസ്തുക്കളൊക്കെ കുറവാകുക എന്ന് പറയുന്നത് ആളുകളുടെ പൂഴ്ത്തിവെപ്പിൻ്റെയോ മറ്റോ ഫലമല്ലാതെ ആണ് എങ്കിൽ ആളുകൾ അതിൽ കുറ്റക്കാരല്ല. ജനങ്ങൾ കൂടി, സാധനങ്ങൾ കുറവാണ്, അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, തീരുമാനമാണ്. ഇത്തരം സന്ദർഭത്തിൽ ഭരണാധികാരി ഇത്രേ വില സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഒന്നുകൂടി, നാട്ടിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും കുറവാണ്, ആളുകൾ കൂടുതലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭരണകൂടം ഇടപെട്ട് ഇത്രേ വില സ്വീകരിക്കാവൂ എന്ന് പറയാൻ പാടുള്ളതല്ല. കാരണം അത് ബിസിനസ്സുകാരോടുള്ള അന്യായമാണ്. ബിസിനസ്സുകാരുടെ ഒരു കുറ്റകൃത്യമോ അവരുടെ പൂഴ്ത്തിവെപ്പോ അല്ല ഇതിന് കാരണം എങ്കിൽ, ബിസിനസ്സുകാർക്ക് തെറ്റാണ് എങ്കിൽ അതിൽ ഭരണകൂടം ഇടപെടേണ്ടതുണ്ട്. അതില്ലാതെയാണ് ഈ പ്രശ്നം വരുന്നത് എങ്കിൽ അതൊരു പരീക്ഷണമാണ്. ഇമാം അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞൊരിക്കൽ, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്, തീപിടിച്ച വിലയാണ്. അതുകൊണ്ട് ഇമാം എന്ത് ചെയ്യും? അപ്പോൾ ഇമാം പറഞ്ഞു എന്നാണ്, നസ്ലുഹ ബി തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിട്ട് വില കുറക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യണം? സൂക്ഷ്മതയിൽ ജീവിച്ച് ബർക്കത്ത് ഉണ്ടാക്കണം, അപ്പം വില കുറയും. അതേസമയം ഇടപാടുകാരുടെ കൃത്രിമത്വമോ അവരുടെ ക്രൂരതയോ അക്രമമോ അന്യായമോ ഇല്ലാതെ വില കൂടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രേ വില വാങ്ങാവൂ എന്ന് ഭരണാധികാരിക്കോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനോ ഇടപെട്ട് പറയാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങളൊരു വില നിശ്ചയിക്കും എന്ന്. എപ്പോൾ? സാധനങ്ങൾക്ക് വില കൂടിയപ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാധനങ്ങൾക്ക് ഇത്രയും നിങ്ങൾ വില വാങ്ങാവൂ എന്ന് പറഞ്ഞാൽ ചരക്കുകൾ ഇറക്കുന്ന കൊണ്ടുവരുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹു ആകുന്നു സൃഷ്ടാവ്, അള്ളാഹു ആകുന്നു അൽ ഖാബിദ് പരിമിതപ്പെടുത്തുന്നവൻ, അള്ളാഹു ആകുന്നു അൽ ബാസിത്ത് വിശാലമാക്കുന്നവൻ, അള്ളാഹു ആകുന്നു അർ റാസിഖ് അന്നം നൽകുന്നവൻ. ഈ സാഹചര്യത്തിൽ ഒരു വില നിർണയിച്ച് ഞാൻ അത് ബലാത്കാരമായി ആളുകളിൽ ചെലുത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു ഈ ഭാഗത്തോട് ചെയ്യുന്ന അന്യായമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്ത്യനാളിൽ ഞാൻ ചെയ്ത ഒരു അന്യായത്തിൻ്റെ പേരിൽ ഒരാളും എന്നെ തേടി നടക്കരുത് പരലോകത്ത്. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. ഈ ഹദീസ് അനസിൽ നിന്ന് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇമാം ഇബ്നു ഹിബ്ബാന്റെ റിവായത്ത്. മറ്റൊരു സഹിഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യർഫഉ വയഖ്ഫിദ്, അല്ലാഹു ആകുന്നു ഉയർത്തുന്നത്, അല്ലാഹു ആകുന്നു താഴ്ത്തുന്നത്. ഇന്നി ലഅർജു അൻ അൽഖല്ലാഹ വലൈസ ലിഅഹദിൻ ഇൻദി മദ്ലമ, മരണപ്പിറ്റേന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാളോടും ഞാനൊരു അന്യായം ചെയ്യാത്ത നിലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊള്ളക്കൊടുപ്പിൽ അതേപോലെ തന്നെ ബിസിനസ്സിൽ സാധാരണക്കാരെയും പരിഗണിക്കണം, അതേപോലെ തന്നെ ഈ ബിസിനസ് കൊള്ളുന്ന ബിസിനസ് നടത്തുന്ന ഇടപാടുകാരെയും ബിസിനസ്സുകാരെയും പരിഗണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അതാണ് നമ്മളെ ഉണർത്തുന്നത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ ഒരു ജൂതൻ സാധനങ്ങൾ ഇറക്കി മാർക്കറ്റിൽ. അങ്ങനെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു വില നിശ്ചയിക്കും ആളുകളുടെ അവസ്ഥ പരിഗണിച്ചിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു വില നിശ്ചയിച്ചില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില പൊതു നിയമങ്ങൾ കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ അൽഫയന്നല്ലാഹ മിൻ ഖബ്ലി അൻ ഉഅതിയ അഹദൻ മിൻ മാലി അഹദിൻ മിൻ ഗൈരി ത്വീബി നഫ്സിൻ എന്ന് തുടങ്ങി റസൂലുള്ളാഹി പറഞ്ഞു. ഇന്നമൽ ബൈഉ അൻ തറാദിൻ, കച്ചവടം എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രീതിപ്പെട്ടുകൊണ്ടുള്ളതായ ഇടപാടാണ്. വാങ്ങുന്നതിനും തൃപ്തി വേണം, കൊടുക്കുന്നതിനും തൃപ്തി വേണം. അതാണ് കച്ചവടത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഒരാളുടെ സാധനം കൊള്ളുമ്പോൾ അയാൾ തൃപ്തനായിരിക്കണം, കൊടുക്കുന്നവനും തൃപ്തനായിരിക്കണം. ഇതാണ് ഇടപാടിൽ അടിസ്ഥാനം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ചതിക്കരുത്, ഇടപാടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവർ വില കൂട്ടി പറയരുത്, പരസ്പരം അസൂയ കാണിക്കരുത്. ഒരാൾ കച്ചവടത്തിൽ സാധനം വാങ്ങുമ്പോൾ മറ്റൊരാൾ ഈ കച്ചവടത്തെ മറികടന്ന് വില പറയരുത്. പട്ടണവാസി ഗ്രാമീണന് വിൽക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഗ്രാമീണൻ പറ്റിക്കപ്പെടരുത് എന്നർത്ഥം. അതാണ് ഉദ്ദേശം. ഗ്രാമീണന് പട്ടണത്തിലെ അവസ്ഥ അറിയില്ല, അതുകൊണ്ട് അവന് പറ്റിക്കപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. വൽ ബൈഉ അൻ തറാദിൻ, വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, പരസ്പരം പ്രീതിപ്പെട്ടുകൊണ്ടാണ് ഇടപാട് കച്ചവടം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അള്ളാഹുവിന് അൽ ഖാബിദ് അൽ ബാസിത്ത് എന്നീ പേരുകൾ സ്ഥിരീകരിക്കുകയാണ്. അതൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴാണ് സംഭവം? എന്താ സംഭവം? അത് സാധനങ്ങൾക്ക് വില കൂടിയപ്പോൾ ഒരു വില നിശ്ചയിച്ചു തരണം റസൂൽ, അതിൻ്റെ അടിസ്ഥാനത്തിലെ കച്ചവടക്കാർ കച്ചവടം നടത്താവൂ എന്ന ആളുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതാണ്. അത് റസൂൽ അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? ഇടപാടുകാരോട് അന്യായമായി, കച്ചവടം നടത്തുന്നവരോട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇടപാട് നടത്തുമ്പോൾ പരസ്പരം പൊരുത്തം വേണം. പൊരുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സംതൃപ്തിയോടുകൂടിയുള്ളതായ ഇടപാടാണ് അനുഗ്രഹീതം, അതാണ് ഹലാല്, അതാണ് ത്വയ്യിബ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പം എന്തായി? രണ്ടു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇടപാട് സുതാര്യമായിരിക്കണം, അതിൽ ഇടപാടുകാർ അന്യോന്യം പരിഗണിക്കണം എന്നുള്ളതൊക്കെ വന്ന്
അതേസമയം ഒരു വിലാണ്ട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാകാലത്തേക്കും എന്തായി? ഒരു തീരുമാനമായി, ഒരു വിധിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഗവൺമെൻറ് ഒരു വിലയാണ് നിശ്ചയിക്കുക, അതിനപ്പുറം പോകാൻ പാടില്ല, ഇപ്പുറം വരാൻ പാടില്ല എന്നുള്ളതായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വിഭാഗത്തോട് ചെയ്യുന്ന അന്യായമാണ്. കച്ചവടം അത് കൊള്ളാൻ വരുന്നവരെ മാത്രം പരിഗണിച്ചാൽ പോരാ, പിന്നെ കൊടുക്കുന്നവനെയും പരിഗണിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വില നിർണ്ണയിക്കാതിരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അൽ മുസഇർ എന്ന പേര് വിശദീകരിക്കുന്ന അവസരത്തിൽ ഈ മസ്അല കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, കർമ്മശാസ്ത്രപരമായിട്ടുള്ളതായ ചില വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശാലമാക്കുന്നവനാണ്, അല്ലാഹു അവൻ പരിമിതപ്പെടുത്തുന്നവനുമാണ്. ആ വിശാലമാക്കലും പരിമിതപ്പെടുത്തലും കേവലം ഉപജീവനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പിന്നെയോ അല്ലാഹു ഉപജീവനം വിശാലമാക്കും, ഉപജീവനം അല്ലാഹു പരിമിതപ്പെടുത്തും. അത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പല വചനങ്ങളിൽ വായിക്കുന്നുണ്ട്. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹ്. ഖുൽ പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ രക്ഷിതാവ് റബ്ബ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കും. വയഖ്ദിറു ലഹു അല്ലാഹു ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം പരിമിതപ്പെടുത്തുകയും ചെയ്യും, ചുരുക്കുകയും ചെയ്യും. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം. വാനങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകളുടെ താക്കോൽ അത് അള്ളാഹുവിങ്കലാണ്, അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായി നൽകും, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിമിതപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല കേവലം ഉപജീവനത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല വിശാലത നൽകലും അതേപോലെ തന്നെ പരിമിതി നൽകലും, പിന്നെയോ അത് ആയുസ് നീട്ടിയിടുന്ന വിഷയത്തിലും ആയുസ് ചുരുക്കുന്ന വിഷയത്തിലും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. അല്ലാഹു രാത്രി തൻ്റെ യബ്സുതു യദഹു എന്നാണ് തൻ്റെ കൈ നീട്ടുമെന്നാണ്. അല്ലാഹു ബാസിത്താണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കൈ നീട്ടും. എന്തിന്? ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി, അവൻ്റെ തൗബ സ്വീകരിക്കാനാണ് അള്ളാഹു കൈ നീട്ടുന്നത്. പകലിൽ തെറ്റ് ചെയ്തവൻ അവൻ തൗബ ചെയ്യട്ടെ, അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും, കൈനീട്ടി സ്വീകരിക്കും. ഇതേപോലെ തിരുനബി പറഞ്ഞു വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അള്ളാഹു പകലിൽ കൈ നീട്ടും. എന്തിന്? രാവിൻ്റെ മറവിൽ ഇരുളിൻ്റെ ഒളിവിൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം അള്ളാഹു കൈ നീട്ടി തെറ്റ് ചെയ്തവൻ്റെ തൗബ സ്വീകരിക്കും എന്നാണ്. ഏതുവരെ? ഹത്താ യത്തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വരേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരമാണ്. സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ പിന്നെ തൗബയുടെ കവാടം അടഞ്ഞു, പിന്നെ തൗബല്ല. അതുവരെയാണ് തൗബ. ഇരുളിൽ തെറ്റ് ചെയ്യുന്നവർക്ക് പകലിൽ പശ്ചാത്തപിക്കാം, പകലിൽ തെറ്റ് ചെയ്യുന്നവർക്ക് രാവിൻ്റെ മറവിൽ പശ്ചാത്തപിക്കാം. രാവിലും പകലിലും അള്ളാഹു അവൻ്റെ കൈ നീട്ടി പശ്ചാത്തപിക്കുന്നവരുടെ തൗബ സ്വീകരിക്കുവാൻ അള്ളാഹു സദാ സന്നദ്ധനാണ്. അപ്പം അള്ളാഹു അൽ ബാസിത്ത് എന്ന് പറയുമ്പോൾ തൻ്റെ കരങ്ങൾ നീട്ടി അടിയാറുകളുടെ പശ്ചാത്താപവും പാപമോചനവും സ്വീകരിക്കുന്നവനാണ് എന്ന് അർത്ഥമുണ്ട്. ആ നാമം അൽ ബാസിത്ത് എന്നുള്ള നാമം അള്ളാഹുവിൻ്റെ കൈ എന്നുള്ള സിഫത്തിനെ അള്ളാഹുവിനെ സ്ഥിരീകരിക്കുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ കൈ നീട്ടി സ്വീകരിക്കുന്നതാണ്. അതതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് അവൻ്റെ പൂർണ്ണതക്കും അവൻ്റെ മഹത്വത്തിനും അനുയോജ്യമാം വിധം കരങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ബൽ യദാഹു
അള്ളാഹു കേവലം ഊർജ്ജരൂപല്ല, പിന്നെ അള്ളാഹുവിന് ഉണ്മയുണ്ട്. ആ ഉണ്മക്ക് അതിൻ്റേതായ വിശേഷണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. പ്രമാണങ്ങളിൽ പറയപ്പെട്ട വിശേഷണങ്ങൾ അത് വിശ്വസിക്കലും അംഗീകരിക്കലും വിശ്വാസികളുടെ ബാധ്യതയാണ്. അപ്പം കൈനീട്ടി സ്വീകരിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ ഈ ഒരു നാമം പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബാസിത്താണ്, അതേപോലെ അൽ ഖാബിദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യ പാഠം എന്ന പോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഉലകത്തിൻ്റെ മുഴുവൻ മലക്കൂത്ത് അത് ആരുടെ കയ്യിലാണ്? അത് അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രം. അള്ളാഹു എന്ത് വിശാലമാക്കിയോ അതാണ് അടിയാറുകൾക്കുള്ളത്. അള്ളാഹു ആർക്ക് ചുരുക്കിയോ പരിമിതപ്പെടുത്തിയോ അത് അടിയാറുകൾ ആരായാലും അവർക്ക് തടയപ്പെട്ടതാണ്. ലാ ഖാബിദ ലിമാ ബസത്ത് വലാ ബാസിത ലിമാ ഖബത്ത്. അള്ളാഹു പരിമിതപ്പെടുത്തിയത് വിശാലമാക്കാൻ ആരുമില്ല, അള്ളാഹു വിശാലമാക്കിയത് പരിമിതപ്പെടുത്താനും ആരുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ വചനം. ഉഹദിൻ്റെ രണഭൂമിയിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായി. രക്തസിക്തമായ ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഉഹദ് രണാങ്കണത്തിൻ്റെ പൊടി അടങ്ങിയത്. ആ പൊടി അടങ്ങിയതിൽ പിന്നെ മുശ്രിക്കുകൾ മടങ്ങിപ്പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വരിയാക്കി നിർത്തിയിട്ട് നിർവഹിക്കുന്ന ഒരു ദുആയിൽ അള്ളാഹുവിനെ പുകഴ്ത്തിയപ്പോൾ വാഴ്ത്തിയപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പ്രയോഗമാണ്, അള്ളാഹുവേ നീ വിശാലമാക്കിയത് ചുരുക്കാൻ ആരുമില്ല, നീ ചുരുക്കിയതിനെ വിശാലമാക്കാനും ആരുമില്ല. കാരണം എന്താ? കാരണം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലാണ് എല്ലാത്തിൻ്റെയും ആധിപത്യം. നമ്മൾ സൂറത്ത് യാസീൻ ഓതുമ്പോൾ അവസാനം ഓതണ ആയത്തേതാ? ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ, യാതൊരുവൻ അവൻ പരിശുദ്ധനാകുന്നു, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്താ യാതൊരുവൻ്റെ പ്രത്യേകത? ബിയദിഹി, അവൻ്റെ കൈപ്പിടുത്തത്തിലാകുന്നു, മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം, വ ഇലൈഹി തുർജഊൻ, അവനിലേക്ക് മാത്രമാകുന്നു നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതൊരുവനിലേക്ക് മാത്രമാണോ നിങ്ങൾ മരണം വരിച്ച് മടക്കപ്പെടുന്നത്? ഏതൊരുവൻ്റെ കയ്യിൽ മാത്രമാണോ സർവാധിപത്യങ്ങളും ഉള്ളത്? അവൻ പരിശുദ്ധനാകുന്നു, അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്. എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു വിശാലമാക്കിയത് ആർക്ക് ലഭിച്ചോ അവനുണ്ട്. അള്ളാഹു ആർക്ക് കുടിസപ്പെടുത്തിയോ പരിമിതപ്പെടുത്തിയോ, അള്ളാഹു പരിമിതപ്പെടുത്തിയത് നേടിക്കൊടുക്കാനും വാങ്ങിക്കൊടുക്കാനും ഒരാളുമില്ല. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. എവിടെ ഇത് പറഞ്ഞത്? മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്തുക്കളുടെ നാമങ്ങൾ പറയാണ്. അപ്പം മലക്കുകൾ അള്ളാഹിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളാണ്. അവർ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിയിട്ട് പറയാണ്, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അള്ളാഹുവെ നീ ഞങ്ങളെ പഠിപ്പിച്ച ഇൽമല്ലാതെ ഞങ്ങൾക്കൊരു ഇൽമുമില്ല എന്ന്. അപ്പോൾ ഇൽമ് അതെവിടുന്ന? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ഫഫഹംനാഹാ ലി സുലൈമാൻ. സുലൈമാന് നാം അത് മനസ്സിലാക്കി കൊടുത്തു എന്നാണ്. ആരാ മനസ്സിലാക്കി കൊടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എത്ര അറിവുള്ള മഹാനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ അറിവ് ബൃഹത്തായ മഹത്തായ അറിവാണ്. അതുകൊണ്ട് പറവകളുടെ സംസാരം, ഉറുമ്പുകളുടെ സംസാരം, ജിന്നുകളുടെ സംസാരം, പിശാചുക്കൾ അവരുടെ ഭാഷ്യം, ഇതൊക്കെ അറിയുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറെ ഹിക്മത്ത് നൽകപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറെ ഹിക്മത്ത് നൽകപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 2 പെണ്ണുങ്ങൾ, ഒരു പെണ്ണിൻ്റെ കുട്ടി നഷ്ടപ്പെട്ട്, രണ്ടാൾക്കും ഓരോ കുട്ടികളുണ്ട്. അപ്പോൾ ഒരുത്തി
മറ്റൊരുത്തിനോട് പറയണം, എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയാണ്, നിൻ്റെ കുട്ടിയാണ് പോയത്. തർക്കം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ കേസെത്തി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതിർന്നവൾക്കാണ് അത് വിധിച്ചത്, മുതിർന്ന പെണ്ണിന് വിധിച്ചു. കാരണം കുട്ടി അവരുടെ കയ്യിലായിരുന്നു, കുട്ടി അവരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കണമുണ്ട്. അത് കണ്ടപ്പോൾ അവർക്ക് വിധിക്കുകയാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഗവേഷണം, അതിൽ അദ്ദേഹത്തിന് കൂലിയാണ്. വിഷയം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സവിധത്തിലെത്തി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുട്ടീനെ ഞാൻ രണ്ടാക്കിയിട്ട് മുറിക്കുകയാണ്, എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ കഷ്ണം തരാം. അപ്പം മുതിർന്നവൾ സമ്മതിച്ചു. ഇളയവൾ പറഞ്ഞു, കുട്ടീനെ ഓക്ക് കൊടുത്താൽ എന്നാലും കുട്ടീനെ മുറിക്കണ്ടെന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടീനെ ഇളയവൾക്ക് വിധിച്ചു. കാരണം എന്താ, കുട്ടീൻ്റെ ഒറിജിനൽ ഉമ്മ അതാണ്, അതുകൊണ്ടാണ് മുറിക്കണ്ട പറഞ്ഞത്. കുട്ടി കണ്ട് പോയാലും അവർക്ക് കൊടുത്താലും വേണ്ടില്ല, ജീവിച്ചിരുന്നാൽ മതി എന്ന അർത്ഥത്തിൽ. അത് മനസ്സിലാക്കിയ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇളയവൾക്ക് കുട്ടീനെ വിധിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറെ ഗ്രാഹ്യതയുള്ള ഫിഖ്ഹുള്ള നബിയായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതാരാ? ഫഹംനാഹ ലി സുലൈമാൻ, സുലൈമാന് നാം അത് അറിയിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ ആ അറിവ് എവിടുന്നാണ്? അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ഇതേപോലെ വഇന്നഹു ലദൂ ഇൽമിൻ ലിമാ അല്ലംനാഹ്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുത്രവിയോഗത്തിലേറെ ദുഃഖിതനും ഖിന്നത പൂണ്ട് പ്രയാസപ്പെട്ട് കരഞ്ഞ് കണ്ണു വെളുത്ത് കാഴ്ച പോയി പ്രയാസപ്പെടുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ തൻ്റെ മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയണില്ല. പക്ഷേ ഈജിപ്തിൽ ഭക്ഷ്യവിതരണം നടക്കുന്നുണ്ട്. കനാൻ ദേശത്തിൽ നിന്ന് തൻ്റെ മക്കൾ 11 പേരെ പറഞ്ഞയക്കുകയാണ്. എവിടേക്ക്? ഈജിപ്തിലേക്ക്. ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയണം, നിങ്ങൾ കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരും ഒരു വാതിലിലൂടെ പ്രവേശിക്കരുത്. ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, ഒരൊറ്റ വാതിലിലൂടെ നിങ്ങൾ ആരും പ്രവേശിക്കരുത്. പിന്നെയോ വിവിധ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഞാൻ ഉടമപ്പെടുത്തണില്ല, വിധി അള്ളാഹുവിൻ്റേതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ യാത്ര അയക്കുന്നത്. എവിടേക്ക്? അവർ ഈജിപ്തിൽ പോയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വാതിലൂടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? പറഞ്ഞു വിടുകയാണ്. അങ്ങനെയാണ് മക്കൾ പോണത്. ആ ആയത്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഗൈബ് അറിഞ്ഞിട്ടാ? അദ്ദേഹത്തിൻ്റെ വക എന്തെങ്കിലും എടുത്തു പറയാ? പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, വഇന്നഹു ലദൂ ഇൽമിൻ ലിമാ അല്ലംനാ, നാം പഠിപ്പിച്ചത് കാരണത്താൽ ഒരു ജ്ഞാനത്തിലും അറിവിലുമായിരുന്നു ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. അപ്പോൾ നബിമാരെ സംബന്ധിച്ചിടത്തോളം നബിമാരിൽ മികച്ചു നിൽക്കുന്ന കുറേ കഴിവുകളും അതേപോലെ തന്നെ അവരുടെ കുറേ വിശേഷണങ്ങളുമുണ്ട്. ഇതൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുക. വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുറേ പ്രമാണങ്ങൾ നൽകിയിരുന്നു, ന്യായ പ്രമാണങ്ങൾ നൽകിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ന്യായ പ്രമാണം അനുസരിച്ചായിരുന്നു തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂതി സമാവാതി വൽ അർദ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾ ഭൂമി അതിലെ ആധിപത്യ രഹസ്യങ്ങൾ അറിയിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചന്ദ്രനെ കണ്ടു, ഇരുള് മറഞ്ഞപ്പോൾ ഒരു നക്ഷത്രം കണ്ടു, ഇതിൻ്റെ ഇലാഹാണെന്ന് പറഞ്ഞു. പിന്നെ അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. ചന്ദ്രനെ കണ്ടു, ഇതാണ് എന്ന് പറഞ്ഞു. പിന്നെ സൂര്യനെ കണ്ട്, ഇതാണ് വലുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അനിവാര്യതയും മഹത്വവും ജനങ്ങളെ പഠിപ്പിച്ചു. ഷിർക്കിൻ്റെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ അപകടവും അതിൻ്റെ കെടുതികളും ജനതയെ അറിയിച്ചു. അതിൽ അടങ്ങിയ വിവരക്കേട് അറിയിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്ത് അന്നാമിൽ നമ്മളിത് വായിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രം എടുത്തു കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹിം, നമ്മളുടെ ഹുജ്ജത്താണത്,
അത് നാം ഇബ്രാഹീമിന് നൽകിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഒക്കെ എവിടുന്ന ആരുടെ കയ്യിലാണ് വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, മിൽക്ക്, ഉടമസ്ഥത? അള്ളാഹു അവനിൽ നിന്നാണ്. അതുകൊണ്ട് അവൻ വിശാലമാക്കുന്നവർക്ക് അതുണ്ട്. അവൻ ആർക്ക് കുടിസാക്കുന്നുവോ അവർക്കത് തടയപ്പെട്ടതാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വാത്സല്യമുള്ള റസൂലാണ്. കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാരുണ്യദൂതൻ കാരുണ്യത്തിൻ്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനാലാണ് നിങ്ങൾ അവരോട് വാത്സല്യത്തിൽ മൃദുലതയിൽ പെരുമാറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കാരുണ്യത്തിൽ ഏറെ ശ്രുതി കേട്ട പ്രവാചകനായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുർ റഹ്മയാണ്, കാരുണ്യത്തിൻ്റെ നബിയാണ്. പക്ഷേ ആ റഹ്മത്ത് എവിടുന്ന? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അരുൾപ്പാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. തിരുനബി ഏറെ ക്ഷമാലുവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയെക്കുറിച്ച് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ അത് ആരെ കൊണ്ടാ? അത് അള്ളാഹുവിനെ കൊണ്ടാണ്. അള്ളാഹുവാണ് നിങ്ങൾക്ക് ക്ഷമയും സഹനവും സഹിഷ്ണുതയും നൽകുന്നത്. തിരുനബി രാപ്പകലുകൾ ഭേദമന്യേ അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി ക്ഷമിച്ച് സഹിച്ച് പിടിച്ചു നിന്നു. മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ചു നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. ഇതേപോലെ എല്ലാം ഇസ്സത്ത് എവിടുന്ന? അള്ളാഹുവിനാണ് ഇസ്സത്ത്. അതേപോലെ സലാം, സമാധാനം എവിടുന്ന? സലാം അത് ആളുകളിൽ നിന്നല്ല, പിന്നെയോ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. സബാത്ത് സ്ഥൈര്യം അതെവിടുന്ന? വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. നിങ്ങൾക്ക് നാം സ്ഥൈര്യം നൽകിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ചാഞ്ഞു പോയേനെ എന്നാണ്. ആരോടാ പറയുന്നത്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദർശത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ചു. അടിപതറാതെ വ്യതിചലിക്കാതെ ഉറച്ചു നിന്നു. എന്താ കാരണം? സബ്ബത്നാക, അല്ലാഹു പറയണം, നാം നിങ്ങൾക്ക് സബാത്ത് നൽകി എന്നാണ്, സ്ഥൈര്യവും ഉറപ്പും നൽകി എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മൾ കുറേ വായിക്കുന്നുണ്ട്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. നബിമാരിൽ പ്രാസംഗികനായി അറിയപ്പെട്ട പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖതീബുൽ അംബിയ, നബിമാരിൽ പ്രാസംഗികനാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ഖുതുബ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൊടുക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിൽ ഒരു വരിയാണ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. എനിക്കുള്ള ഉദവിയും എളുപ്പവും അത് അള്ളാഹുവിനെ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരടിസ്ഥാനം, എല്ലാം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അള്ളാഹു ആർക്ക് വിശാലമാക്കിയോ അള്ളാഹു അൽ ബാസിത്താണ്, അവന് വിശാലമായി ലഭിക്കും. അള്ളാഹു ആർക്ക് ചുരുക്കിയോ അള്ളാഹു അൽ ഖാബിദാണ്, അവന് ചുരുങ്ങുകയും പരിമിതപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച നാളിൽ ആ ഒരു ബോധത്തിലാണ് ജീവിച്ചത്. ആ ഒരു ബോധം ആളുകളെ അറിയിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. തിരുനബിയുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ അൻത അദുദി വ അൻത നസീരി ബിക അഹൂൽ വ ബിക അസൂൽ വ ബിക ഉഖാതിൽ. അല്ലാഹു, നീയാണ് എൻ്റെ സഹായി, നിന്നിൽ നിന്നാണ് എനിക്കുള്ള ശക്തി, നിന്നെ കൊണ്ടാണ് ഞാൻ അടർക്കളത്തിൽ പോരാടുന്നതും രണാങ്കണത്തിൽ സഞ്ചരിക്കുന്നതും. റസൂലുള്ളാഹിൻ്റെ കഴിവ് എന്നല്ല പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ ശക്തി എന്നല്ല പറയുന്നത്, കായിക ബലവും ആയുധ ബലവും എന്നല്ല പറയുന്നത്. പിന്നെയോ ഒക്കെ എവിടെ നിന്നാണ് അതിൻ്റെ പ്രഭവം? അവിടേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാർത്തുന്നത്. ഇന്നമ അന മുബല്ലിഗുൻ വല്ലാഹു യഹ്ദി വ ഇന്നമ അന ഖാസിമുൻ വല്ലാഹു യുഅതി
നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല അലിഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നമ അന മുബല്ലിഗ്, ഞാൻ എത്തിക്കുന്നവൻ മാത്രമാണ്. വല്ലാഹു യഹ്ദി, ഹിദായത്തേകുന്നവൻ അവൻ അള്ളാഹു ആകുന്നു. ഹിദായത്ത് എവിടുന്ന? ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ മുബല്ലിഗാണ്, എത്തിക്കുന്നവനാണ്. വ ഇന്നമ അന ഖാസിമുൻ, ഞാൻ വിഭജിച്ച് നൽകുന്നവനാണ്. വല്ലാഹു യുഅതി, അള്ളാഹുവാണ് നൽകുന്നവൻ. അള്ളാഹുവാണ് നൽകുന്നത്. അള്ളാഹു നൽകിയത് വിഭജിക്കാനേ എനിക്കാകൂ. അള്ളാഹു നൽകിയ ദീൻ അത് എത്തിക്കാനേ എനിക്കാവൂ. ഹിദായത്ത് അത് അള്ളാഹുവിൽ നിന്നാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതെന്താ അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അത് നൽകാനേ കഴിയൂ. അള്ളാഹു വിശാലമാക്കിയത് എത്രയാണോ അതനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കൂ. അള്ളാഹു പരിമിതപ്പെടുത്തിയത് വിശാലമാക്കാൻ ഒരാൾക്കും സാധിക്കൂല എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനെ അത് അവ്വിധം പഠിപ്പിക്കണം. തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ചരിത്രം ഇമാം അൽ ഹാഫിളു ദഹബി സിയർ അലാമുൻ നുബലായിൽ കൊടുക്കുന്നുണ്ട്. ആ ചരിത്രം നമ്മൾ ഈ തരുണത്തിൽ അനുസ്മരിക്കുന്നത് അനിവാര്യമാണ്. എന്താ വിഷയം? തുഫൈൽ പറയാണ്, ഇമാം ദഹബി തുഫൈൽ ഇബ്നു അംറിന് ദൂസിയുടെ ചരിത്രം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയാണ്, ഞാനൊരു കവിയാണ്, ദൗസ് ഗോത്രത്തിൽ എൻ്റെ ജനതയുടെ സയ്യിദുമാണ്, നേതാവുമാണ്. മക്കയിൽ ഞാൻ വന്നു, ഖുറൈശികൾക്കിടയിൽ ഞാൻ നടന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തുന്ന ആ പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്ക നാളുകളാണ്. അവിടെ മദീനയിൽ അല്ല മക്കയിൽ നമ്മൾ പറയില്ല അടിയന്തരാവസ്ഥ, അതുപോലെയാണ്. അപ്പോൾ ഖുറൈശി നേതാക്കന്മാർക്കിടയിൽ തുഫൈൽ നടക്കുമ്പോൾ മക്കക്കാർ പറഞ്ഞത് എന്താ? തുഫൈലിനോട് പറയണ, ഇന്നക ഇംറുഉൻ ഷാഇറുൻ സയ്യിദ്, നീ കവിയാണ്, നീ സയ്യിദാണ്, നേതാവാണ്. വ ഇന്ന ഖദ് ഖശീന അൻ യൽഖാക ഹാദർ റജുൽ ഫയുസീബക ബിബഅദി ഹദീസിഹി ഫഇന്നമാ ഹദീസുഹു കസ്സിഹർ. നീ ഈ ചങ്ങാതിൻ്റെ അടുക്കളയിലൂടെ നടക്കും, അത് ഞങ്ങൾ ഭയക്കുകയാണ്. നടന്നാൽ എന്താ? ചങ്ങാതി എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം നിങ്ങൾ കേൾക്കും, അത് സിഹിർ പോലെയാണ്, മാരണം പോലെയാണ്, ഏൽക്കും, അത് ഏറ്റുപോകും. ഫഹ്ദർഹു അൻ യുദ്ഖില അലൈക വഅല ഖൗമിക മാ അദ്ഖല അലൈന, അതുകൊണ്ട് നിൻ്റെയും നിൻ്റെ ജനതയുടെയും ഇടയിലേക്ക് ഞങ്ങളിലേക്ക് അയാൾ കൊണ്ടുവന്ന കാര്യം കൊണ്ടുവരുന്നത് സൂക്ഷിച്ചോ. ഫഇന്നഹു ഫറഖ ബൈനൽ മർഇ വഅഖീഹി വബൈനൽ മർഇ വസൗജതിഹി വബൈനൽ മർഇ വബ്നിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാണ്, കാരണം മുഹമ്മദ് ഒരു വ്യക്തി അയാളുടെ കൂട്ടുകാരൻ, ഒരു വ്യക്തി അയാളുടെ ഭാര്യ, ഒരു വ്യക്തി അയാളുടെ മക്കൾ, ഇവർക്കിടയിലൊക്കെ വേർപ്പെടുത്തിയിരിക്കണം, ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. മഅദല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അവർ റസൂലുള്ളാഹിൻ്റെ പേരിൽ വ്യാജമായിട്ട് പറയാണ്. അങ്ങനെ തുഫൈൽ പറയാണ്, ഫവല്ലാഹി മാ സാലു യുഹദ്ദിസുനി ശഅനഹു വയൻഹൗനി അൻ അസ്മഅ മിൻഹു. റസൂലുള്ളാഹിൻ്റെ കാര്യം എന്നോട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് അവർ വിരോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹത്താ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി, വല്ലാഹി ലാ അദ്ഖുലുൽ മസ്ജിദ ഇല്ലാ വ അന സാദ്ദുൻ ഉദ്നൈ, മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ എൻ്റെ ചെവി അടച്ചു പൂട്ടിയിട്ട് ഇനി പ്രവേശിക്കുമെന്ന് ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ എന്ത് ചെയ്തു? അവർ പിന്നാലെ കൂടി പറയാൻ തുടങ്ങി. അങ്ങനെ ഫഅമത്തു ഇല ഉദ്നയ്യ ഫഹശൗതുഹ ഖുർസുഫൻ, പരുത്തി എടുത്തിട്ടുണ്ടല്ലോ, പഞ്ഞി എടുത്തിട്ട് ഞാൻ ചെവിട്ടിൽ തുറ്റു എന്നാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ. അഥവാ ഇനി കേട്ടു പോണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി പറയുന്നത് അതിനു വേണ്ടിയിട്ട്. അങ്ങനെ തുഫൈൽ പറയാൻ, ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നു. എന്നിട്ട് തുഫൈൽ പറയാണ്, വ അബല്ലാഹു ഇല്ലാ അൻ യുസ്മിഅനി ബഅദ ഖൗലിഹി. അതാണ്, ആര് മുടക്കിയാലും എല്ലാത്തിനും മുകളിൽ പഠിച്ചോണ്ട്. വ അബല്ലാ, അള്ളാഹു വിസമ്മതിച്ചു, ഇല്ലാ അൻ യുസ്മിഅനി ബഅദ ഖൗലിഹി, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ചിലത് എന്നെ
കേൾപ്പിക്കാനല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹു അതെന്നെ കേൾപ്പിക്കാൻ തീരുമാനിച്ചു. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് പാരായണം ചെയ്യുന്ന നിസ്കാരത്തിൽ ചൊല്ലുന്നത് അത്. ഫഖുൽതു ഫീ നഫ്സി, തുഫൈൽ പറയാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദാ ലൽ അജ്സ്, അള്ളയാണ്, ഇതൊരു ദുർബലത തന്നെയാണ്. വൈൻ ഇംറൂൻ സബ്ത്, ഞാനാണെങ്കിൽ ഒരു സ്ഥൈര്യമുള്ള മനുഷ്യനാണ്. മാ തഖ്ഫ അലയ്യൽ ഉമൂർ ഹസനുഹ വ ഖബീഹുഹ, ഒരാളൊരു വാക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതും തീയതും ഉണ്ടാകും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ചറിയാനുള്ള പക്വത എനിക്കുണ്ട്. വല്ലാഹി ല അതസമ്മഅന്ന മിൻഹു, അള്ളയാണ് മുഹമ്മദിൽ നിന്ന് കേൾക്കുക തന്നെ. എന്നിട്ട് തുഫൈൽ പറയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കുക തന്നെ. ഫഇൻ കാന അംറുഹു റുഷ്ദൻ അഖത്തു മിൻഹു, അദ്ദേഹം നല്ലതാണ് പറയുന്നത് എങ്കിൽ സ്വീകരിക്കാം. വഇല്ല ഇസ്തനബ്തുഹു, അതല്ല തീയതാണ് പറയുന്നതെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ ഫനസാത്തുൽ കുർസുഫ്, ഞാൻ പരുത്തി കാതുന്നെടുത്തു. ഫലം അസ്മഅ ഖത്തു കലാമൻ അഹ്സന മിൻ കലാമി യതകല്ലം ബി, മുഹമ്മദ് സംസാരിക്കുന്ന ആ സംസാരത്തേക്കാൾ നല്ല ഒരു സംസാരം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, യാ സുബ്ഹാനല്ലാഹ് മാ സമിഅതു കൽയൗമി ലഫ്ദൻ അഹ്സന വല അജ്മല മിൻ, ഇന്ന് ഞാൻ കേട്ടതുപോലെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് ഞാൻ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സല കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോൾ ഞാൻ തിരുനബിയുടെ കൂടെ പിരിഞ്ഞു പോയി. അങ്ങനെ സംഭവിച്ചൊക്കെ ഞാൻ തിരുനബിയോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ എനിക്ക് കേൾപ്പിച്ചു തരണം. അങ്ങനെ ഇസ്ലാമിനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്നാണ് ആര് പറയുന്നത്? തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തുഫൈലിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ ചെന്ന് പിതാവിനോട് പറയാണ്, വാപ്പാ, ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമല്ല, ഞാൻ മുസ്ലിം ആയിക്കണ്. അപ്പം വാപ്പ പറയാണ്, ഐ ബുനൈ ദീനി ദീനി ദീനുക്, മകനെ, എൻ്റെ ദീൻ നിൻ്റെ ദീൻ തന്നെയാണ്. നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നീ മുഹമ്മദിനെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഞാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയിട്ടുണ്ട്. തുഫൈൽ പറയണം, എൻ്റെ ഉമ്മ അങ്ങനെ എന്നോട് പറഞ്ഞ്. അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ച്. തുഫൈൽ പിന്നീട് ദൗസ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച്, ദൗസ് ഗോത്രം വാപ്പിമ്മി സ്വീകരിച്ച ആ സ്പീഡിൽ സ്വീകരിച്ചില്ല, അവർ വിസമ്മതിച്ചു. തുഫൈൽ മടങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, റസൂലേ, ഗലബ അലാ ദൗസിനി സിന വറിബ ഫദ്ഉ അലൈഹിം, ദൗസ് ഗോത്രത്തിന് പലിശയോടും വ്യഭിചാരത്തോടുമാണ് ഭ്രമം. അത് ആ വികാരം അവരിൽ അതിജയിച്ചിരിക്കുന്നു. അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുഫൈൽ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദൗസിനെതിരിൽ പ്രാർത്ഥിക്കാതെ അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അള്ളാഹുവേ ദൗസിന് നീ ഹിദായത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെയാണ് ദൗസ് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിക്കേണ്ട, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകേണ്ടത്. ഈ ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്താ ഇത് അറിയിക്കുന്നത്? ഇതറിയിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹൃദയ വിശാലത നൽകാൻ ഉദ്ദേശിച്ചാൽ, ഹിദായത്ത് അരുളാൻ ഉദ്ദേശിച്ചാൽ അത് പരിമിതപ്പെടുത്താനും ചുരുക്കാനും ആരുമില്ല. അല്ലാഹു അൽ ബാസിത്താണ്. സുന്നൈറ എന്ന് പറയുന്ന മഹദി, സുന്നൈറ അറൂമിയ എന്ന് പറയുന്ന മഹദി ഇസ്ലാം സ്വീകരിച്ച്, അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ രണ്ടാൾ അവരെ കഠിനമായി ആക്രമിച്ചിട്ടുണ്ട്. ഒന്ന് ഉമർ ബിൻ ഖത്താബും മറ്റൊന്ന് അംർ ബിൻ ഹിഷാം എന്ന അബൂജഹലും. രണ്ടാളും കൂടിയാണ് ആക്രമിച്ചിരുന്നത്. കാരണം സുന്നൈറ അവരൊരു അടിമ സ്ത്രീയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആലാന് പൈസ കൊടുത്തിട്ട് മോചിപ്പിച്ച അടിമകളിൽ ആദ്യം മോചിപ്പിച്ച 7 പേരിൽ ഒരാളാണ് ഈ സുന്നൈറ എന്ന് പറയുന്ന മഹദി. അവർ ഖുറൈശി ഗോത്രത്തിൽ ഒരു ഗോത്രത്തിൻ്റെ ഒരു അടിമയായിരുന്നു. ആ അടിമ പെണ്ണ് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുറൈശി പ്രമുഖന്മാർക്ക് തീർത്തും സഹിയല്ല. അതുകൊണ്ടാണ് ഉമറും അംറും ഈ മഹദിയെ പീഡിപ്പിച്ചത്. എന്താ അവർ പറഞ്ഞത്? അവരുടെ കാഴ്ച നഷ്ടപ്പെട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ. അപ്പോൾ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞത് ലാത്തയുടെയും ഉസ്സയുടെയും കുരുത്തക്കേടാണ്. ലാത്തയും ഉസ്സയുമാണ് ഇസ്ലാം സ്വീകരിച്ചത് കാരണത്താൽ കണ്ണിൻ്റെ കാഴ്ച പോക്കിയത് എന്ന് സുന്നൈറയോട് പറയണം. അപ്പോൾ സുന്നൈറ എന്താ പറഞ്ഞത്? വമാ തദ്രില്ലാത്തു വൽ ഉസ്സ മൻ യഅബുദുഹുമാ, ലാത്തയും ഉസ്സയും അവരെ ആരാധിക്കുന്നവരെ വരെ അറിയില്ല. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോക്കണത് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്.
അതാണ് സുന്നൈറ പ്രതികരിച്ചത്. എൻ്റെ കാഴ്ച തിരിച്ചു തരാൻ റബ്ബിന് കഴിയും എന്ന് സുന്നൈറ അവിടെ വെച്ച് അള്ളാഹുവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അത് ഉച്ചസ്ഥലം അവർ പറയും ചെയ്തു, അവരെ ആക്രമിച്ചവരുടെ മുഖത്ത് നോക്കിയിട്ട്. സുന്നൈറക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ ഒരു കറാമത്ത് കൂടിയാണ്, ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകി ആർക്ക്? സുന്നൈറക്ക്. സയ്യിദായ ബനു മഖ്സൂമിൻ്റെ നേതാവ് എന്ന് അഹങ്കരിച്ചിരുന്ന അംർ ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശാലത നൽകിയില്ല, മനസ്സിന് കുടുസത നൽകിയത്. അതുകൊണ്ട് അബൂജഹൽ ദലാലത്തിൽ, വഴികേടിൽ, കുഫ്റിൽ ജീവിതം തൊലച്ചു, ജഹന്നമിന് വറകായി. സുന്നൈറ അവർ ഹിദായത്ത് ഉൾക്കൊണ്ട് ഈ ദുനിയാവിൽ അവർ ഇസ്ലാമിൻ്റെ മെമ്പറായി, അവർ ഹിദായത്തിൽ ഇസ്ലാമിൻ്റെ വിശാലതയിൽ അവർ ജീവിക്കുകയുണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് വിശാലത നൽകുന്നവൻ, അവനാണ് പരിമിതപ്പെടുത്തുകയും ചുരുക്കുകയും ചെയ്യുന്നവൻ. അൽ ഖാബിദ്, അൽ ബാസിത്ത് എന്നീ നാമങ്ങളുടെ തേട്ടമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു അൽ ഖാബിദ് എന്ന് പറയുമ്പോൾ അള്ളാഹു റൂഹിനെ പിടികൂടുന്നവൻ എന്നർത്ഥമുണ്ട്. അള്ളാഹു പിടികൂടുന്നവനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസുകളിൽ ആ രീതിയിൽ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മ ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തലഫു ഫീ ദഫ്നിഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം വരിച്ചപ്പോൾ, തിരുനബിയുടെ ആത്മാവ് പിടികൂടപ്പെട്ടപ്പോൾ തിരുനബിയെ എവിടെ ദഫൻ ചെയ്യണം, മറമാടണം എന്നതിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅതു മിൻ റസൂലില്ലാഹി ഷൈഅൻ മാ നസീതു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് മറന്നിട്ടില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുണ്ടായി. എന്താ തിരുനബി പറഞ്ഞത്? മാ ഖബദല്ലാഹു നബിയ്യൻ ഇല്ലാ ഫിൽ മൗദിഇല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി. മാ ഖബദല്ലാഹു നബിയ്യൻ, ഒരു പ്രവാചകന്റെയും റൂഹിനെ അള്ളാഹു പിടികൂടിയിട്ടില്ല. അതാണ് ഖബദ, എന്നാണ് അൽ ഖാബിദ്, പിടികൂടുന്നവൻ. അപ്പം അള്ളാഹു പിടികൂടുന്നവനാണ് ആത്മാക്കളെ. അതേപോലെ അള്ളാഹു പരിമിതപ്പെടുന്നവനും ചുരുക്കുന്നവനുമാണ് അർസാക്കിനെ, ഉപജീവനത്തെ. ഇവിടെ റൂഹിനെ പിടികൂടുന്നു എന്നാണ് അർത്ഥം. മാ ഖബദല്ലാഹു നബിയ്യൻ, ഒരു പ്രവാചകനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിലൂടെ പിടികൂടിയിട്ടില്ല. ഇല്ലാ ഫിൽ മൗദിഇല്ലദീ യുഹിബ്ബു അൻ യുദ്ഫന ഫീഹി, ഏതൊരു സ്ഥലത്താണ് താൻ അടക്കപ്പെടേണ്ടത്, തനിക്കിഷ്ടം, ആ സ്ഥലത്ത് വെച്ചല്ലാതെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ തീരുമാനം വന്നു, ഇദ്ഫിനൂഹു ഫീ മൗദിഇ ഫിറാശിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പുണ്ടല്ലോ, കട്ടിൽ കിടന്നിട്ടല്ലേ വിരിപ്പ് കിടന്നല്ല മരിക്കണത്, ആ വിരിപ്പിൻ്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ മറമാടുക എന്ന് കൽപ്പന ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഇത് അവിടെ അറിയിക്കേണ്ടത്. അപ്പോൾ അള്ളാഹു അൽ ഖാബിദ് എന്ന് പറയുമ്പോൾ അള്ളാഹു റൂഹിനെ പിടികൂടുന്നവനാണ്, മരണത്തിലൂടെ മനുഷ്യരെ പിടികൂടുന്നവനാണ് എന്നുള്ള അർത്ഥം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസ്. എന്താ ഹദീസിലുള്ളത്? യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയും, മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി ജസാഉൻ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. അല്ലാഹു പറയുമെന്നാണ് ഖുദ്സിയായ ഹദീസ്. എന്താ അല്ലാഹു പറയാ? മാലി അബ്ദി അൽ മുഅ്മിൻ ഇൻദി ജസാഉൻ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ. ഒരു വിശ്വാസിയായ എൻ്റെ ദാസൻ അയാളുടെ ഇഷ്ടഭാജനത്തെ ഞാൻ മരണത്തിലൂടെ പിടികൂടിയാൽ, ആ ഇഷ്ടഭാജനത്തെ നഷ്ടപ്പെട്ട വിശ്വാസിയായ ദാസൻ സുമഹ്തസബഹു, അയാൾ ക്ഷമിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. എന്താ ആശയം? ഹദീസിൻ്റെ ആശയം, ഒരാൾ അയാളുടെ ഇഷ്ടഭാജനത്തെ അള്ളാഹു ഖബൂൽ ചെയ്തു, അള്ളാഹു പിടികൂടി. അതാണ് അൽ ഖാബിദ് എന്ന നാമം അർത്ഥാക്കുന്നത്, പിടികൂടുക, റൂഹിനെ പിടികൂടുക, മരിപ്പിക്കുക. ഒരു വിശ്വാസിയുടെ ഇഷ്ടഭാജനം, ആ ഇഷ്ടഭാജനം ഭാര്യയാകാം, ആ ഇഷ്ടഭാജനം മകനാകാം, ആ ഇഷ്ടഭാജനം മകളാകാം, ആ ഇഷ്ടഭാജനം മാതാപിതാക്കളാകാം, ആ ഇഷ്ടഭാജനം സുഹൃത്തുക്കളാകാം. മനസ്സിൽ സ്നേഹത്തിൽ ഇഷ്ടത്തിൽ താലോലിച്ച് ഓമനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഇഷ്ടഭാജനം മരണപ്പെടുക എന്ന് പറഞ്ഞാൽ
അത് ദുഃഖമാണ്, വേദനയാണ്. അത് കണ്ണിനെ കരയിപ്പിക്കും, മനസ്സിനെ വേദനിപ്പിക്കും, ശബ്ദം ഗദ്ഗദമാക്കും. പക്ഷേ ഒരു വിശ്വാസി അള്ളാഹു തൻ്റെ ഇഷ്ടവാചനത്തെ മരിപ്പിക്കുമ്പോൾ അയാൾ ക്ഷമിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയാൻ അയാൾക്കുള്ള പ്രതിഫലം ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. അപ്പോൾ ഈ ഹദീസ് അള്ളാഹു പിടികൂടുന്നവനാണ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തെ അറിയിക്കുന്നു. അൽ ഖാബിദ് എന്ന പേര് എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളത് അറിയിക്കണം. അള്ളാഹു റൂഹ് പിടികൂടുന്നവനാണ്, മരണത്തിലൂടെ മനുഷ്യരെ പിടികൂടുന്നവനാണ് എന്ന അർത്ഥം ഈ ഹദീസ് നമ്മളോട് പറയുന്നു. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ് അള്ളാഹു മരിപ്പിക്കും എന്നുള്ളത്. അൽ ഖാബിദ് എന്ന നാമം അള്ളാഹു മരിപ്പിക്കും എന്നുള്ളത് നമ്മളെ അറിയിക്കണം. അള്ളാഹു മരിപ്പിക്കണതിന് നമുക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് എഴുതി തന്നിട്ടില്ല. ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, മരണത്തീയതി ഉണ്ട്. പക്ഷെ അത് എന്ന്, എപ്പോൾ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ എന്ത് സമ്പാദിക്കും ഒരാൾക്കും അറിയില്ല. ഏതൊരു മണ്ണിൽ മരിക്കും ഒരാൾക്കും അറിയില്ല. എപ്പോൾ, എങ്ങനെ, എവിടെ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഗൈബാണ്, നാളെയുടെ വർത്തമാനാണ് നമ്മളുടെ മരണം. പക്ഷേ അതിൻ്റെ അർത്ഥം മരണമല്ല എന്നാ. അള്ളാഹു അൽ ഖാബിദാണ്. അള്ളാഹു ബാല്യത്തിൽ പിടിക്കും, അള്ളാഹു കൗമാരത്തിൽ പിടിക്കും, അള്ളാഹു പൗരുഷത്തിൻ്റെ നിറവിൽ പിടിക്കും, അള്ളാഹു വാർദ്ധക്യത്തിലേക്ക് നീട്ടിയിട്ട് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തിൽ പിടികൂടും. അള്ളാഹു ഏകിയ റൂഹിനെ പിടിക്കാൻ അള്ളാഹു യതവഫൽ അൻഫുസ് ഹീന മൗതിഹാ, മരിക്കുന്ന വേളയിൽ മനുഷ്യരെ മരിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പോഴും പറയാണ്. അപ്പോൾ അൽ ഖാബിദായ അള്ളാഹു അവൻ നമ്മളെ പിടികൂടും. പക്ഷേ പിടികൂടുന്നതിന് മുമ്പ് ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ഒരു മരണ ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് വല്ലതും ഒരുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഈ ഒരു ഹദീസ് മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അബൂ സുറ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവേള റിപ്പോർട്ട് ചെയ്ത അബൂ ഹാത്തിമുർ റാസിയും കൂട്ടരും രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട്. അബൂ സുറ അർ-റാസി അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോ പ്രഗത്ഭരായ ശിഷ്യന്മാരുമാണ്, വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. അബൂ സുറ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ഈ സമയം അബൂ ഹാത്തിമും കൂട്ടരും രോഗം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് മരണാസന്നനായിട്ടാണ് ഇമാമ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും കെലിമ ചൊല്ലിക്കൊടുക്കാൻ ഒരു പ്രയാസം, കാരണം അത്രമാത്രം പ്രഗത്ഭനായ ഇമാമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അബൂ ഹാത്തിമും കൂട്ടരും പറഞ്ഞു, നമുക്ക് മരണാസന്നനായി കിടക്കുന്നവൻ കെലിമ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ, ഒരാളുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ, മൻ കാന ആഖിറ കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തെ വചനമെങ്കിൽ ദുനിയാവിൽ വെച്ച് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അറിയിക്കുന്ന ഹദീസിനെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അനുസ്മരിക്കാം. കാരണം ഇമാം അബൂ സുറയുടെ മജ്ലിസ് എല്ലാം ഹദീസിൻ്റെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ച ഹദീസിനെ നമുക്ക് ഇവിടെ വെച്ച് അനുസ്മരിക്കാം. അപ്പോൾ ആ ഹദീസ് നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇമാം റാസിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇഷാറത്താകും. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ അവരിങ്ങനെ ഹദീസ് പറയാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഹദീസ് മുഴുപ്പിക്കാനും പറയാനും കഴിയണില്ല, അവർക്ക് കഴിയണില്ല. പക്ഷേ മരിക്കാൻ കിടക്കണ ഇമാം അബൂ സുറ റാസി ആ ഹദീസിൻ്റെ സനദും മത്തിനും അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്താ അബൂ സുറ മരണാസന്നനായി കിടക്കുമ്പോൾ പറഞ്ഞത്? ഹദ്ദസനാ ബുന്ദാർ, ഹദ്ദസനാ അബൂ ആസിം, ഹദ്ദസനാ അബ്ദുൽ ഹമീദ് ഇബ്നു ജാഫർ അൻ ഇബ്നു അബി അരീബിൻ അൻ കുസൈർ ഇബ്നു മുറ അൽ ഹദ്റമി അൻ മുആദ് ഇബ്നു ജബലിൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരിക്കാൻ കിടക്കുന്ന അബൂ സുറ അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ മത്തന് മാത്രമല്ല പറയുന്നത്, പിന്നെയോ അതിൻ്റെ സനദ് തുടക്കം മുതൽ ഒടുക്കം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഉള്ള അതിൻ്റെ നിവേദക ശൃംഖലയും പിന്നെ ഹദീസിൻ്റെ ഉള്ളടക്കവും പറഞ്ഞ് ഇമാം അബൂ സുറ മരിക്കുകയാണ്. അതോടുകൂടി മരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്.
അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് നേടിക്കൊടുക്കാൻ അബൂ സുറയുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അൽ ഖാബിദും അൽ ബാസിത്തുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മേലായ നമ്മുടെ റബ്ബ്. അവനാണ് നമ്മൾക്ക് വിശാലത നൽകുന്നവൻ, ആയുസ് നീട്ടിത്തരുന്നവൻ. അവനാണ് നമ്മളെ പിടികൂടുന്നവൻ, അവനാണ് നമ്മളെ മരിപ്പിക്കുന്നവൻ. ഏതൊരു സമയത്തും അള്ളാഹു നമ്മളെ പിടികൂടിയേക്കും. പക്ഷേ പിടികൂടുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അമലുകൾ നമ്മൾ കൃത്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. ഒരു ദാസനോട് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാളെ ഇസ്തഅമലഹു എന്നാണ്. അപ്പോൾ ചോദ്യം, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെയാണ് ഒരു ദാസനെ അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാളെ ഇസ്തഅമലഹു എന്ന് പറയാ? അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കുന്നതിന് മുമ്പായി അള്ളാഹു ഒരു സൽപ്രവൃത്തിക്കുള്ള തൗഫീഖ് നൽകുന്നതാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഉദവി അള്ളാഹു നൽകും. ആ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അയാൾ മരിക്കും. അപ്പോൾ എന്ത് വേണം? അള്ളാഹുവിൽ നിന്ന് ആ തൗഫീഖ് കിട്ടാൻ നമ്മൾ നല്ലത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ഇരക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്താനും അനുസ്മരിക്കുവാനുമുള്ളത്. ഒരു റിപ്പോർട്ടിൽ കാണാം, യഫ്തഹുല്ലാഹു ലഹു അമലൻ സ്വാലിഹൻ ബൈന യദൈ മൗതിഹി ഹത്താ യർദ അൻഹു ജീറാനുഹു ഔ മൻ ഹൗലഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരു സൽപ്രവർത്തിക്കുള്ള വേദി തുറന്നിടും. അങ്ങനെ ആ സൽപ്രവൃത്തി അയാൾ ചെയ്തുകൊണ്ടിരിക്കെ അയാളുടെ അയൽവാസികളും ചുറ്റുമുള്ളവരും അയാളെ തൃപ്തിപ്പെടും. അങ്ങനെ അയാൾ മരണം വരിക്കും എന്നാണ്. ഒരു മനുഷ്യനോട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാൾക്ക് ചെയ്യണതാണ് പറഞ്ഞത്. എന്ത്? അയൽവാസികളും സമീപവാസികളും അയാളെ പ്രീതിപ്പെടുമാറ് ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അവസരം കൊടുക്കും. എന്നിട്ട് അള്ളാഹു അയാളെ മരിപ്പിക്കും. ആ മരണം അയാൾ വരിക്കുന്നതോടുകൂടി ഒരു നല്ല യാത്രയിലാണല്ലേ മരിച്ചത്, മരിക്കുന്ന വേളയിൽ അവരൊരു പുണ്യപ്രവൃത്തിയിലായിരുന്നു അല്ലേ, ഒരു ഉംറയിലായിരുന്നു അല്ലേ, ഹജ്ജിലായിരുന്നു അല്ലേ, നമസ്കാരത്തിലായിരുന്നു അല്ലേ, ദഅവത്തിലായിരുന്നു അല്ലേ, ഒരു ഇൽമിൻ്റെ മജ്ലിസിലായിരുന്നു, പള്ളിയിൽ വെച്ചായിരുന്നു, ഖുർആൻ ഓതുമ്പോഴായിരുന്നു. ഇങ്ങനെയാണ് മനസ്സിലായി. മദീന മസ്ജിദ് നബവിയിൽ ഒരന്ധൻ, അയാൾ ഖുർആൻ ഓതാൻ അറിയില്ല, കഴിയൂല, കാഴ്ചല്ല. അയാൾ ആളുകൾ വന്നാൽ എന്ത് ചെയ്യും? ആളുകൾക്ക് മുസാഫ് എടുത്തിട്ട് ഓതാൻ പറയും. എന്നിട്ട് അയാൾ കേട്ടിരിക്കും. ഇങ്ങനെയാണ്. ഒരിക്കൽ മുസാഫ് കൊടുത്തിട്ട് ഒരാളോട് ഓതാൻ പറഞ്ഞു, കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഓതണവൻ എന്ത് ചെയ്ത്? ഓതിക്കൊണ്ടിരിക്കുക ഓത്തിൻ്റെ സുജൂദ് എന്നപ്പോൾ ഓത്തിൻ്റെ സുജൂദ് ചെയ്ത്. അപ്പോൾ ഈ വൃദ്ധൻ അന്ധൻ അയാളും സുജൂദ് ചെയ്ത്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓതണവൻ ഓതാൻ തുടങ്ങി. പക്ഷേ ഈ മുസാഫ് കൊടുത്ത് കേട്ടിരുന്ന ഈ അന്ധൻ അയാൾ സുജൂദിന് എഴുന്നേൽക്കണില്ല. കുറച്ച് കഴിഞ്ഞ് വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ആ സുജൂദ് കടന്ന് മരിച്ചിരിക്കുക. നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തൗഫീഖ് എളുപ്പം. അള്ളാഹു അൽ ബാസിത്ത്, അള്ളാഹു അൽ ഖാബിദ് എന്നീ പേരുകൾ നമ്മൾ അള്ളാഹുവിനെ സ്ഥിരീകരിക്കുമ്പോൾ, അതിൻ്റെ തേട്ടങ്ങൾ അറിയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അനിവാര്യമായും അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ നമ്മൾ മനസ്സിലാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖ് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്ന് ഒരു അനുഗ്രഹീതമായ യാത്ര നമുക്കെല്ലാവർക്കും വിധിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മരണപ്പെടാനുള്ള തൗഫീഖും തുണയും അള്ളാഹു നമുക്കെല്ലാവർക്കും കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു എത്തിപ്പെട്ട കബറിടം ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വീഴ്ചകൾ അള്ളാഹു അവർക്ക് മാപ്പാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പുണ്യത്തിൻ്റെ വേദികളിൽ അവരെയും നമ്മളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അവരെയും നമ്മെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾക്കും മക്കൾക്കും അള്ളാഹു ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ.
اللهم فرج هم المهمومين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين. اللهم احفظ لهذه البلاد أمنها ورجال أمنها. اللهم احفظ لهذه البلاد رخاءها واستقرارها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.